സിനിമയിൽ ഈ പറഞ്ഞില്ലേ ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കുറേ എണ്ണമുണ്ട്. ഏകലവ്യൻ, അതുപോലെ തന്നെ രൗദ്രത്തിന് അപ്പിച്ചായി, റാംജി റാവു, ഇത് ശിപ്പായി ലഹള, അങ്ങനെ കുറേ പടങ്ങളുണ്ട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞു അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണിത്. ഇതൊക്കെ ചെയ്യാൻ ഇത് അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുമല്ലാതെ പക്ഷേ പലപ്പോഴും നമ്മളെ വിളിക്കുന്നത് ഇപ്പം ഒരു പോലീസ് ഓഫീസർ, വിജയനാണ് വിളിക്കുക പോലീസ് ഓഫീസർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസർ ചെയ്തത് ഞാനും സുരേഷ് ഗോപിയൊക്കെയാണെന്ന് തോന്നുന്നു ഈ തലമുറയിൽ. അപ്പം പിന്നല്ലേ കോട്ടയം അച്ചായൻ അല്ലെ കോട്ടയം അങ്ങനത്തെ ആണ് വിജയനാണ് വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന കുറേ സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കാൻ പറ്റില്ല. എൻ്റെ പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അവിടുന്ന് ഈ വ്യത്യസ്തമായുള്ള ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊരു ഭയങ്കര സൗഭാഗ്യമാണ്. ഒരു 10 ഓസ്കർ അവാർഡ് കിട്ടുന്ന പോലെയാണ് എനിക്കിങ്ങനെ വ്യത്യസ്തമായ സിനിമ കിട്ടുമ്പോൾ. ഈ അവാർഡ് കിട്ടുന്നതിലല്ല കാര്യം, നമ്മുടെ ജനങ്ങൾ കണ്ടിട്ട് അവർ ഗംഭീരമാണെന്ന് പറയുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം കൊള്ളുന്നത്. അത് ഈ പറഞ്ഞ ഈ സിനിമയിൽ ഒരുപാട് പേരെന്നെ ഈ പറഞ്ഞ സിനിമ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്, ഗംഭീരമായി, നന്നായിരുന്നു, അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രചോദനം. അത് നാടകമാണ്. അതായത് നാടകത്തിൻ്റെ തട്ടകമാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും സിനിമയിൽ ആസ് എൻ ആക്ടർ ആണെങ്കിൽ അത് നാടകം തന്നെയാണ്. നാടകമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോഴും ഞാനത് തന്നെ വിശ്വസിക്കുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ നാടകത്തിൽ. പിന്നെ കൃത്യമായ ശിക്ഷണം ഉണ്ടായിരുന്നു. ഒരു കഥാപാത്രം, ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ അച്ഛനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുൻപത്തെ വർഷത്തിൽ നമ്മൾ ഏതെങ്കിലും കഥാപാത്രം ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാനറിസമോ എന്തെങ്കിലും അംശങ്ങളോ അത് കഴിഞ്ഞ അത് വേറെ ക്യാരക്ടറല്ലേ, ഈ ക്യാരക്ടർ വേറെ, അങ്ങനെ പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു വൈവിധ്യങ്ങൾ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ ക്യാരക്ടറല്ല ഈ ക്യാരക്ടറിൽ അടുത്തത് വളരെ വ്യത്യസ്തമായിട്ട് അതിനെ ഡെഫിനറ്റായിട്ട് പറയാൻ അല്ല പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു സംവിധായകനുണ്ടായിരുന്നു, ഒരു നാടകകൃത്തുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പിൻബലം. ആ നാടകമാണ്. മാത്രമല്ല നമ്മൾ അഭിനയിക്കും പ്രേക്ഷകൻ കണ്ടിട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസും ഉണ്ടാകുന്നു. ഈ ശീലമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ എങ്ങനെയോ എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറയുക, ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യത്യസ്തമായ റോളുകൾ ചെയ്യാൻ പറ്റും. ഈ പിള്ളേച്ചനും ഞാനോട് ഒരു ബന്ധവുമില്ല. അതുപോലെ ഞാൻ അവരെ വില്ലനോട് അത് എൻ്റെ ലൈഫും എൻ്റെ ക്യാരക്ടേഴ്സും യാതൊരു ബന്ധവുമില്ല. ഒരു കാരണവശാലും ഒരിക്കൽ പോലും എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അംശമോ ഒരു നിമിഷമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വേറൊന്ന്, എൻ്റെ ക്യാരക്ടേഴ്സ് വേറെ. ഞാനിപ്പോഴും ഈ പറഞ്ഞ് ഒരു മുണ്ട് കൊടുത്ത് ഷർട്ട് കൊടുത്ത് ഇറങ്ങുന്ന പണ്ടത്തെ വിജയരാഘവൻ തന്നെയായിരിക്കും എപ്പോഴും. ഞാൻ മരിക്കുന്നവരെങ്ങനെ, പക്ഷേ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അത് എൻ്റെ ഡിഫറെൻ്റ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആവണം എങ്കിലേ ഞാൻ നടനാവുന്നു. എനിക്കൊരിക്കലും ഒരു താരമാകാൻ ആഗ്രഹമില്ല. ഫിലിം സ്റ്റാർ വിജയരാഘവൻ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ചില ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ പറയും ഫിലിം സ്റ്റാർ വിജയരാഘവൻ എന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ എനിക്കൊരു ചെറിയ എവിടെയോ ഒരു കുഴപ്പം തോന്നും. വിജയരാഘവൻ നടൻ, ആൻ ആക്ടർ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ആവണം, ജനങ്ങളും അങ്ങനെ പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. സിനിമയിൽ പെട്ടെന്നൊരു എടുത്തുചാട്ട മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മാറ്റം കാണുന്നത് ഇത് സ്വാഭാവികം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നെ ഈ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് എനിക്കൊന്ന് PN മേനോൻ സാറൊക്കെ സിനിമയിൽ വന്നാണ് ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്. അതായത് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തോട്ട് സിനിമ വരികയും, അതായത് ഈ ബാക്കിയല്ല പണ്ടത്തെ കാലത്തൊക്കെ എല്ലാം മദ്രാസിലായിരുന്നു സിനിമ, സ്റ്റുഡിയോയിലായിരുന്നു, സെറ്റിട്ടായിരുന്നു. ഓളവും തീരവും എന്ന സിനിമയിലാണ്. പിന്നെ ലോങ് ഷോട്ടിൽ നിന്ന് പെട്ടെന്ന് ക്ലോസിലേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ വളരെ വ്യത്യസ്തമായ ടെക്നിക്കലായിട്ട് തന്നെ മാറ്റം വരുത്തിയ ഒരാൾ PN മേനോൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ പേര് അധികാരം പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ KG ജോർജ്, ഭരതൻ, പത്മരാജൻ, അങ്ങനെ വലിയൊരു കൂട്ടായ്മ 70s സിനിമകളിൽ ഞാൻ ആ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അത് അതിനേക്കാളും വലിയ ന്യൂ ജനറേഷൻ അവിടെ ഉണ്ടായി. എന്തൊരു മാറ്റമായിരുന്നു അത്. അതിനു മുമ്പ് വരെ സ്റ്റേജിയായിരുന്നു സിനിമ. നാടകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നു. ഒരിക്കൽ പോലും ഇമാജിനറി ലൈനിന് അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് അവിടെ നിന്നുള്ള ഷോട്ട് ഇങ്ങോട്ട് പോലും പകർത്തിയിരുന്നില്ല. എല്ലാം ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട് പോലും പകർത്താത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനത്തെ സിനിമകളുണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്ത് ജോർജ് സാറും ഭരതേട്ടനും അങ്ങനെ PN മേനോൻ സാറ് അവരൊക്കെയാണ്. അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം
ഒരുപാട് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ഫിലിം ആവശ്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമുണ്ട്, ആർക്കും സിനിമ എടുക്കാവുന്നൊരവസ്ഥയും കൂടെ വന്നിട്ടുണ്ട്. അത് എത്രമാത്രം നല്ലതാണെന്നുള്ളത് നമുക്ക് ഒരു കണ്ട് അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ എല്ലാ കാലത്തും നെല്ലും പതിരും ഉണ്ടാവാറുണ്ട്. നല്ലതിനെ തിരിച്ചറിയുക ജനങ്ങൾ, അത് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ബോധം നമ്മളെ ജനങ്ങൾക്കുണ്ടല്ലോ. പക്ഷെ ഇപ്പം ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, പുതിയ സംവിധായകർ വരുന്നുണ്ട്, പുതിയ ക്യാമറാമാർ വരുന്നുണ്ട്, പുതിയ ആക്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ 4-5 പേര്, പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ സിനിമ കാണുന്നത് പ്രേം നസീർ, അദുർവാസി, ബഹദൂർ, KP ഉമ്മർ, അങ്ങനെ ഒരു 10 പേരിലുണ്ടാകുന്ന ആൾക്കാരേ ഉള്ളൂ ആർട്ടിസ്റ്റായിട്ട്. അത് എത്ര മാറ്റം വന്നു. ഇന്ന് നമ്മുടെ എല്ലാ വിരലുകളും കൂട്ടി എണ്ണിയാലും 10-40 പേരുടെ വിരലുകൾ കൂട്ടി എണ്ണിയാലും പറ്റാത്ത രീതിയിലുള്ള ആർട്ടിസ്റ്റുകൾ വന്നു. ഏത് കഥാപാത്രം എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന ആൾക്കാരിപ്പം നമ്മുടെ നടന്മാരുടെ ഉണ്ട്. അതൊരു വലിയ മാറ്റമാണ്, നന്മയാണ്. അതെല്ലാം എപ്പോഴും ഉണ്ടാകും അങ്ങനെ. അതിപ്പം ഒരു കുഴപ്പമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴും ഉണ്ടാകും. അത് ഏത് സ്ട്രീമിലാണ് ഉണ്ടാകും. അത് കലയിൽ, ഇപ്പോൾ സിനിമയിൽ നിന്ന് മാത്രമല്ല, എഴുത്തിലാണെങ്കിലും ശരി. ഇപ്പോൾ എഴുത്തിലാണെന്ന് ആലോചിക്കുക, സാഹിത്യത്തിലാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ, പുതിയ പുതിയ ആൾക്കാർ വരുന്നുള്ളൂ. പണ്ട് എത്രയോ വലിയ എഴുത്തുകാരുണ്ടായിരുന്നു. ഇപ്പോൾ സാഹിത്യത്തിൽ ആ ഒരു അപജയം ഉണ്ടായിട്ടുണ്ട്, നാടകത്തിലാണ് അപജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ വളർച്ചയാണ് കാണുന്നത്. ഇന്ന് ടെക്നോളജി വളരുന്നു, അതിനകത്ത് പ്രധാനം ടെക്നോളജിയാണ്. ഞാൻ പ്രതിഭയെക്കാട്ടിലും കൂടുതൽ ടെക്നോളജിയാണ് വളരുന്നത്. അതിനോടൊപ്പം പ്രതിഭയും കൂടി വളരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്.